കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ സ്കൂൾ അധികൃതരും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ തക്കാളിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. ഇത്തവണ സർക്കാർ സംവിധാനത്തിൽ സബ്സിഡൈസ് റേറ്റിൽ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ ഇന്ന് കിറ്റുകളടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഓണം പ്രമാണിച്ച് നൽകുന്നുണ്ട്. സപ്ലൈകോൻ്റെ വിൽപ്പനശാലകളും കൺസ്യൂമർ ഫെഡിൻ്റെ വിൽപ്പനശാലകളും. പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ വിദ്യാർത്ഥികൾക്കുള്ള ഓണത്തോടനുബന്ധിച്ചുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി അനൂപ് ജേക്കബ് വിശിഷ്ടാതിഥിയായി 1,65,000 മെട്രിക് ടൺ അരിയാണ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുക. 23.5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് അരി ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ മുതൽ എല്ലാ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈയെടുത്ത് വളരെ വിപുലമായ നിലയിൽ ഇപ്രാവശ്യം എല്ലാ വിദ്യാലയങ്ങളിലെ ഏകദേശം 24 ലക്ഷം വരുന്ന പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് 4 കിലോ അരി സൗജന്യമായി ലഭ്യമാവുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രിയെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വളരെ വേഗതയിൽ അത്തരത്തിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കാനുള്ള സാഹചര്യം ഒരുക്കിയതിൽ. ഓണത്തോടനുബന്ധിച്ച് വളരെ കൃത്യമായ ഇടപെടലുകളാണ് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ നടത്തുന്നത്. സിവിൽ സപ്ലൈസ് ആവട്ടെ, കൺസ്യൂമർ ഫെഡ് ആവട്ടെ, കൃഷി വകുപ്പാവട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടേതായ നിലയിൽ പൊതു കമ്പോളത്തിൽ ഇടപെടുന്നു. ടൂറിസം സാംസ്കാരിക വകുപ്പ് കലാമേളകൾ അടക്കമുള്ള ഓണപരിപാടികളുമായി സജീവമായി രംഗത്തുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ള ഏകീകരണം ഇന്നുണ്ട് എന്നത് ഏറെ സന്തോഷത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് വിവിധ തലങ്ങളിൽ ഏകദേശം 9,905 മെട്രിക് ടൺ അരിയാണ് ഇവിടെ പ്രതിപാദിച്ചതുപോലെ 24 ലക്ഷം കുട്ടികൾക്കായിട്ട് വിതരണം ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ ബന്ധപ്പെട്ട സപ്ലൈകോയുടെ ഡിപ്പോയിൽ നിന്ന് അത് എത്തിച്ചു വരികയാണ്. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അരി ലഭിക്കുക.